ഓപ്പറേഷൻ പാളയത്തിന് ശേഷം ഓപ്പറേഷൻ ചാല വരുന്നു എന്നാണ് കേൾക്കുന്നത്. ചാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഈസ്റ്റ് ഫോർട്ടിലുള്ള വളരെ പ്രമുഖമായിട്ടുള്ള മാർക്കറ്റാണ്. വലിയ ബിസിനസ്, 24 അവേഴ്സും ബിസിനസ് നടക്കുന്ന ഓപ്പൺ മാർക്കറ്റാണത്. പക്ഷേ അവിടെ ട്രാഫിക്കിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട്. വൺ വേ ഒക്കെ ആക്കിയിട്ടും വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ അവിടെ ഇറച്ചി കച്ചവടത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അനധികൃതമായ കുഞ്ഞു കുഞ്ഞു നിർമ്മാണങ്ങളുണ്ട്. റോഡ് കെട്ടിയടച്ചുള്ള പരിപാടികളുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ചാല ഓപ്പറേഷൻ വരുന്നു എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചാല വരുന്നു എന്നാണ് കേൾക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ഗവൺമെൻറ് ചാലയെ ഒരു പൈതൃക മാർക്കറ്റാക്കി, അല്ലെങ്കിൽ പൈതൃക വില്ലേജിൻ്റെ കൺസെപ്റ്റിൽ വലിയ കൺസ്ട്രക്ഷനൊന്നും കൊണ്ടുവരാതെ നന്നായിട്ടുള്ള ആധുനികമായ ഒരു മാർക്കറ്റ് കൊണ്ടുവരാനുള്ള ഒരു പ്രപ്പോസൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അത് ഹാബിറ്റാറ്റ് ശങ്കറിനെയാണ് അതിനെ ഏൽപ്പിച്ചത്, അല്ലെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയോ ചെയ്തിരുന്നു. പക്ഷേ എന്തായാലും അത് നടന്നില്ല. വലിയ രീതിയിലാണ് അത് നടക്കാതെ പോയത്. ഇപ്രാവശ്യം ഓപ്പറേഷൻ ചാലയുടെ ഭാഗമായി കുറേ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നു. ഓപ്പറേഷൻ പാളയം ആൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നു. നിരവധി കടകളും കുഞ്ഞു കുഞ്ഞ് എക്സ്റ്റൻഷൻ വർക്കുകളുമൊക്കെയാണ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വ്യാപാരി സമൂഹം ഒന്നടങ്കം മേയറുടെയും പിന്നെ വി രാജേഷിൻ്റെയും ആരുടെയും കൂടെയുണ്ട്, നമ്മുടെ കോർപ്പറേഷൻ്റെ കൂടെയുണ്ട്. അതേസമയം കുറേ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ, അവർക്ക് സ്ത്രീകളും മറ്റു കുറച്ച് ആളുകളും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അവർ ശക്തമായി മേയർക്കും കോർപ്പറേഷനുമെതിരെ തിരിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ രണ്ടും ഉണ്ട് അവിടെ. എന്തായാലും ഓപ്പറേഷൻ ചാല എന്ന് പറയുന്ന പുതിയ പരിപാടി വരുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു രീതിയാണ് നോക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ചാലയുടെ ഭാഗമായി ചാലയ്ക്കകത്തുള്ള പ്രദേശങ്ങൾ മുഴുവൻ തീർച്ചയായിട്ടും പുനരാവിഷ്കരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള നിർദ്ദേശം, ചാലയെ പുനരാവിഷ്കരിക്കുമ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക്, ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഉള്ളതുപോലെ വിദേശ രാജ്യങ്ങളുള്ളതുപോലെ അണ്ടർഗ്രൗണ്ട്, കാരണം നമുക്ക് വെർട്ടിക്കലായിട്ട് ഒരുപാട് ഉയർത്തുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു ലെയർ കൃത്യമായി അണ്ടർഗ്രൗണ്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, വലിയ പാർക്കിംഗ് സംവിധാനം വേണമെങ്കിൽ കൊണ്ടുവരാം. ഷോപ്പുകളെല്ലാം അണ്ടർഗ്രൗണ്ടിലാക്കാം. എല്ലാ ഷോപ്പും അണ്ടർഗ്രൗണ്ടിലായ പിന്നെ ആളുകൾ പോയി മേടിക്കും. മോൾ ഭാഗത്ത് പാർക്കിംഗ് ആലോചിക്കാം. മോൾ ഭാഗത്ത് പാർക്കിംഗ് ആലോചിച്ചിട്ട് അണ്ടർഗ്രൗണ്ടിൽ പോയി ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. മൾട്ടി ലെയർ ബിൽഡിങ്ങുകളെക്കുറിച്ച് ആലോചിക്കാം. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് തിരുവനന്തപുരം ചാലയെ മാറ്റിയെടുക്കാനുള്ള പ്രോജക്റ്റ് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അട്ടക്കുളങ്ങര സ്കൂളുണ്ട്. ശരിക്കും അട്ടക്കുളങ്ങര സ്കൂൾ അതിവൈകാരികമായി നിൽക്കുന്നൊരു സ്കൂളാണ്. ആ സ്കൂളിൽ വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. ആ സ്കൂൾ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് മാറ്റേണ്ടതാണ്, അല്ലെങ്കിൽ മാറ്റാവുന്നതാണ്. അത് അത്രയും അതിവൈകാരികത ആവശ്യമില്ല. കാരണം തിരുവനന്തപുരം നഗരത്തിനകത്ത് മുക്കിന് സ്കൂളുകളുണ്ട്. അപ്പോൾ ആ സ്കൂൾ കുട്ടികളെ 2-3 അവരുടെ സൗകര്യം അനുസരിച്ച് 2-3 സ്കൂളുകളിലായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് കുട്ടികളേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അട്ടക്കുളങ്ങര സ്കൂളിരിക്കുന്ന സ്ഥലത്തും മനോഹരമായ രീതിയിലുള്ള മാർക്കറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റും. അതും ഒരു ചോയ്സാണ്. അപ്പോൾ എന്തായാലും ഓപ്പറേഷൻ ചാല വരുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന ഓപ്പറേഷൻ ചാലയിൽ അനധികൃത കെട്ടിടങ്ങളും ഗുണ്ടാപിരിവുകളും അനധികൃത പിരിവുകളും എല്ലാം ഇല്ലാതാക്കുന്ന കുറേ കൂടി ക്ലീൻ ചാലയാണ് വരാൻ പോകുന്നത്. ക്ലീൻ പാളയം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ക്ലീൻ ചാലയാണ് വരാനുള്ളത്. പ്രധാനപ്പെട്ട രണ്ട് മാർക്കറ്റുകളെ തിരുവനന്തപുരത്തുള്ളൂ. പിന്നെ കുഞ്ഞു കുഞ്ഞു മാർക്കറ്റുകളാണ് കഴക്കൂട്ടം, ശ്രീകാര്യം, പിന്നെ പാങ്ങപ്പാറ, പാങ്ങോട് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞു മാർക്കറ്റുകൾ. പിന്നെ പേരൂർക്കട പിന്നെ ഒരു നല്ല മാർക്കറ്റുണ്ട്. അവിടെയും ആവശ്യമായ പരിഷ്കാരം വരുത്തേണ്ടതുണ്ട്. എന്തായാലും ചാല മെയിൻ്റെനൻസ് ചെയ്യാൻ പോകുന്നു. ചാലയിലെ ഓപ്പറേഷൻ ചാല പദ്ധതി വരുമെന്ന് തന്നെയാണ് കേൾക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻ പാളയം തീരുന്ന മുറയ്ക്ക് ഓപ്പറേഷൻ ചാലയിലോട്ട് പോകും. ഒരു പിന്നെ കൈക്കൂലിക്കാരെയും ഇതിൻ്റെ പേരിൽ കൈക്കൂലിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് വളരെ ശക്തമായ നിലപാടാണ് വി രാജേഷ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ഉടായ്പകളും മറ്റു കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നിങ്ങൾ അനധികൃതമാണോ ഒഴിഞ്ഞു പോകണം എന്ന് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അധികൃതമായി വയ്ക്കുന്ന കെട്ടിടങ്ങളിലേക്ക് മാറണം. അപ്പോൾ അത് സൗകര്യമുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലാതെ എല്ലാവർക്കും പറ്റണമെന്ന് നിർബന്ധമില്ല. അനധികൃതമായി കയറിയിരുന്നിട്ട് അത് അവകാശമായി പറയാൻ കഴിയില്ല എന്നുള്ള അതിശക്തമായ നിലപാടാണ് കോർപ്പറേഷൻ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. അതൊരു ആവശ്യമുണ്ട്, ശക്തമായൊരു നിലപാട് ആവശ്യമുണ്ട്. കാരണം നമ്മൾ എന്ത് തൊഴിലിൻ്റെ പേര് പറഞ്ഞാലും ഒരു നിയന്ത്രണമില്ലെങ്കിൽ അവിടെ ആകെ കുളമാവുകയും ഇരിക്കുന്നവർക്കും കച്ചവടം കിട്ടാതെ വരികയും എല്ലാവരും വന്നിരുന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അത് പാടില്ല. കൃത്യമായ നിയന്ത്രണവും അച്ചടക്കവും ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നഗരങ്ങളിലേക്ക് ആകുമ്പോൾ വളരെ കൃത്യമായിട്ട് ആവശ്യമുണ്ട്. പാളയത്ത് അതുകൊണ്ട് തന്നെ ആവശ്യമായ അത്തരം നടപടികൾ നടക്കട്ടെ. ഇത് കഴിഞ്ഞാൽ അടുത്തതാണ് ചാലയിലാണ് അടുത്ത പരിപാടി നടക്കുന്നത്.
എന്തായാലും ഓപ്പറേഷൻ ചാല ചാലുവാൻ പോവുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ 2 വലിയ മാർക്കറ്റുകളും കൃത്യമായി ഓപ്പറേഷനിലൂടെ സുതാര്യമായും പ്രൊഫഷണലായും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്പേസ് എടുത്ത് നഷ്ടപ്പെടുത്താതെ ഉള്ള സ്പേസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അണ്ടർഗ്രൗണ്ടിലേക്കും എബോ ഗ്രൗണ്ടിലേക്കുമൊക്കെ ബിൽഡിങ്ങുകൾ ഉയർത്തുന്ന വളരെ മനോഹരമായ പ്രോജക്റ്റുകൾ വരുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ പാളയത്തിന് ശേഷം ഓപ്പറേഷൻ ചാല ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി മാറുമെന്ന് തന്നെ നമുക്ക് കരുതാം.